ഈ അമിതാഭ് ബച്ചൻ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം ഏതാണ്? തെൻകാശി. തെങ്കാശി. വർക്കലേ? അറിയാമെങ്കിലല്ലേ പറയാൻ പറ്റും. ഡൽഹിയാണോ? ഡൽഹി. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിൻ്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് തോട്ടയ്ക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കാർ വേൾഡാണ്. നമ്മുടെ മനസ്സിനിണങ്ങിയ ഇഷ്ടവാഹനങ്ങൾ സ്വന്തമാക്കുവാനുള്ള, ചെറുതും വലുതുമായിട്ടുള്ള വാഹനങ്ങൾ സ്വന്തമാക്കുവാനുള്ള ഒരിടം കൂടിയാണ് കാർ വേൾഡ്. അവർ നൽകുന്ന സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. കാർ വേൾഡ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് കല്ലമ്പലം പട്ടണത്തിലാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ സമ്മാനം നേടുവാനുള്ള, കാർ വേൾഡ് നൽകുന്ന സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്ന 2 പേര്. എന്താണ് ചേട്ടൻ്റെ പേര്? നവാസ്. നവാസ്. സ്ഥലം എവിടെയാണ്? 28. ഞാൻ ഞെക്കാട്. ഞെക്കാടല്ലേ? ഞെക്കാടും 28ഉമുള്ള 2 പേർക്കാണ് ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൈവശം എന്നുള്ളത് തോട്ടയ്ക്കാട് പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന കാർ വേൾഡ് നൽകുന്ന സമ്മാനമാണ്. നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ സ്വന്തമാക്കുവാനുള്ള എല്ലാത്തരം വാഹനങ്ങളും, ചെറുതും വലുതുമായിട്ടുള്ള വാഹനങ്ങൾ അവിടെ ലഭ്യമാണ്. കൂടാതെ പ്രീമിയം കാറുകളുടെയും വലിയൊരു ശേഖരമുണ്ട്. ഉത്തരവാദിത്തത്തോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനം നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്. അമിതാഭ് ബച്ചനെ അറിയാമോ? ആരാണ്? ഹിന്ദി സിനിമ. അമിതാഭ് ബച്ചൻ്റെ സിനിമകളൊക്കെ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഈ അമിതാഭ് ബച്ചൻ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം ഏതാണ്? അറിയില്ല. അമിതാഭ് ബച്ചൻ അറിയാം. ഏത് മണ്ഡലത്തിൽ നിന്നാണ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? അറിയാൻ വയ്യ. അപ്പോൾ എവിടെ ഇരിക്കുന്ന മാമ, അമിതാഭ് ബച്ചനെ അറിയാമോ? അറിയാമോ? ഈ അമിതാഭ് ബച്ചൻ ഹിന്ദി സിനിമാ താരമാണ്. അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് മണ്ഡലത്തിൽ നിന്നാണ്? അതൊന്നും പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ചേച്ചിക്ക് വല്ല പിടുത്തമുണ്ടോ? ഇല്ല. അമിതാഭ് ബച്ചൻ ഏത് മണ്ഡലത്തിലേക്ക്? അപ്പോൾ ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. നമ്മളെ സിനിമാ താരം അമിതാഭ് ബച്ചൻ അറിയാമല്ലോ. പുള്ളിയൊക്കെ അറിയാം. ഹിന്ദി സിനിമയിലെ, ഇന്ത്യൻ സിനിമയിലെ ഷെഹൻഷാ എന്നറിയപ്പെടുന്ന അമിതാഭ് ബച്ചൻ അറിയാം. ഈ അമിതാഭ് ബച്ചൻ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് മണ്ഡലത്തിൽ നിന്നാണ്? അതറിയില്ല. അറിയാമെങ്കിലല്ലേ പറയാൻ പറ്റും. അറിയാമോ? കാർ വേൾഡ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ഇന്ത്യൻ പാർലമെന്റിലേക്ക് അമിതാഭ് ബച്ചൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് മണ്ഡലത്തിൽ നിന്ന്? അറിയില്ല. അറിയില്ല. ഡൽഹിയാണോ? ഡൽഹി. അദ്ദേഹം മറ്റെന്തോ പേര് പറഞ്ഞു. ഡൽഹിയല്ല. ഞങ്ങളുടെ കൈവശം കാർ വേൾഡ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്. ഈ അമിതാഭ് ബച്ചൻ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് മണ്ഡലത്തിൽ നിന്നാണ്? അത് ഏത് മണ്ഡലമാണെന്ന് എനിക്ക് കറക്റ്റ് പറയാൻ ഓർമ്മ കിട്ടുന്നില്ല. നമ്മളെ നാരങ്ങ വിൽപ്പന ചെയ്യുന്ന അണ്ണ, നെല്ലിക്ക എല്ലാം കൊണ്ട് കല്ലമ്പലത്തേക്കുന്ന അണ്ണ പറയണ, ഏത് മണ്ഡലത്തിൽ നിന്നാണ് അമിതാഭ് ബച്ചൻ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? അണ്ണൻ്റെ സ്ഥലം എവിടെയാണ്? നമുക്ക് തമിഴ്നാട്. തെൻകാശി. തെങ്കാശി. തോട്ടയ്ക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കാർ വേൾഡ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. നിങ്ങൾക്കൊരു ചെറിയ കാറോ വലിയ കാറോ എടുക്കണമെങ്കിൽ വലുത് മതിയാ. അപ്പോൾ നമ്മളെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന കളറിലുള്ള വാഹനങ്ങൾ അവിടെ ലഭ്യമാണ്. യൂസ്ഡ് കാർസിൻ്റെ വലിയ ശേഖരമുണ്ട്. അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്. അമിതാഭ് ബച്ചനെ അറിയാമോ? ആർക്കും സംശയമില്ല. ഈ അമിതാഭ് ബച്ചൻ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് മണ്ഡലത്തിൽ നിന്നാണ്? ഉത്തർപ്രദേശിൽ നിന്ന്. ഉത്തർപ്രദേശിലെ സ്ഥലം അറിഞ്ഞൂടാ മാമ. ഉത്തർപ്രദേശിലെ ഒരു സ്ഥലത്ത് നിന്നാണ്. ഏത് മണ്ഡലമാണ്?
അതറിയത്തില്ല. അറിയത്തില്ല. അപ്പോൾ എന്തായാലും മറ്റൊരു മണ്ഡലം മറ്റൊരു ക്വസ്റ്റ്യൻ ഇല്ല. മറ്റൊരു അവസരത്തിൽ ഇതിൽ മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം നേടുവാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകട്ടെ. കാർവേൾഡ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: ഇന്ത്യൻ സിനിമാ താരം അമിതാഭ് ബച്ചൻ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് മണ്ഡലത്തിൽ നിന്ന്? അലഹാബാദ് UP അലഹാബാദ് എന്ന സ്ഥലത്ത്. ഉറപ്പാണോ? ഉറപ്പാണ്. ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഇദ്ദേഹം കല്ലമ്പലത്തെ ഗതാഗത നിയന്ത്രണത്തിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഉത്തർപ്രദേശിലെ അലഹബാദിൽ നിന്നാണ് ഇന്ത്യൻ സിനിമയിലെ ഷെഹൻഷായായ അമിതാഭ് ബച്ചൻ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. രാജീവ് ഗാന്ധിയുമായിട്ടുള്ള അടുപ്പം കൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. 2 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ലോക്സഭാ അംഗത്വം രാജിവെച്ച് വീണ്ടും സിനിമയിലേക്ക് ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ കാർവേൾഡ് നൽകുന്ന സമ്മാനം ഇദ്ദേഹത്തിന് കൈമാറുകയാണ്. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ നൗഫലിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.